നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളോട് വലിയ ഇഷ്ടമാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമുക്കിഷ്ടം നമ്മളുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളോടാണ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നിറം, ഇഷ്ടപ്പെട്ട സ്ഥലം, ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇഷ്ടമുള്ള ടൂറിസ്റ്റ് ലൊക്കേഷൻ, ഇഷ്ടമുള്ള താരങ്ങൾ, ഇഷ്ടമുള്ള കളിക്കാർ, ഇഷ്ടമുള്ള സ്പോർട്സ്മാൻമാർ, ഇഷ്ടങ്ങളങ്ങനെ പരന്ന് നിരന്ന് കിടക്കുകയാണ്. ഈ ഇഷ്ടങ്ങളോടൊക്കെ നമുക്ക് കടുത്ത ഇഷ്ടവുമാണ്. ഇതിൽ ഇപ്പോൾ പല ഇഷ്ടങ്ങളും ഒരുപക്ഷെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ ഒരു അളവ് ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ പര്യാപ്തമായ അനിഷ്ടങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഫാക്ടേഴ്സ് ഉള്ളതാണ്. പക്ഷെ അവയൊക്കെ നിങ്ങൾ അവഗണിക്കും. എന്നിട്ട് നിങ്ങൾ ഇഷ്ടങ്ങൾ നിലനിർത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയും ചെയ്യും. അത് മനുഷ്യൻ്റെ ഭാരമായ ഒരു കഴിവാണ്. ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണശാല, അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ആലോചിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടുന്ന ഒരു ഭക്ഷണശാലയിൽ, ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ പാർക്കിംഗ് കിട്ടില്ല, ഭയങ്കര തിരക്കായിരിക്കും, ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, ഭയങ്കര എക്സ്പെൻസീവ് ആവും. പക്ഷെ അത് നിങ്ങളെ ബാധിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടം വന്നു കഴിഞ്ഞാൽ ഈ അനിഷ്ടങ്ങൾക്ക് കാരണമായേക്കാവുന്ന എല്ലാ ഫാക്ടേഴ്സിനെയും നിങ്ങൾ തള്ളിക്കളയും. അവയൊക്കെ റദ്ദ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം സമർത്ഥമായി നിലനിർത്തിക്കൊണ്ട് പോകും. നിങ്ങൾ പല കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു താരം, ഇഷ്ടപ്പെട്ട കളിക്കാരൻ ആ കളിയുടെ അഭിനയത്തിൻ്റെ രംഗത്ത് മാത്രമായിരിക്കും പെർഫെക്റ്റ് ആയിരിക്കുക. അല്ലാത്തിടത്തൊക്കെ ഇംപെർഫെക്റ്റ് ആയിരിക്കും. വളരെ അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും പബ്ലിക് പ്ലേസുകളിൽ ഉണ്ടാവും ചില ആളുകൾക്ക്. പക്ഷെ അതൊന്നും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ബാധിക്കില്ല. ആ അനിഷ്ടങ്ങളൊക്കെ അനിഷ്ടകാരണമായേക്കാവുന്ന എല്ലാത്തിനെയും നിങ്ങൾ ഇഷ്ടത്തിൻ്റെ കൂടെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാവില്ല. നമ്മളാരും തന്നെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നോക്കൂ, നമ്മുടെ ഗാനഗന്ധർവൻ പലപ്പോഴും നമ്മൾ സമൂഹത്തോട് നിങ്ങൾ പാടാൻ വേണ്ടി മാത്രം വായ തുറന്നാൽ മതി എന്ന് പറയാവുന്ന അത്രയും ഇംപെർഫെക്ഷൻസ് പലപ്പോഴും സ്വന്തം കമൻറ്റുകൾ, സോഷ്യൽ ഇടപെടലുകളൊക്കെ വരുത്തി വയ്ക്കാറുള്ള ഒരാളാണ്. പക്ഷെ അവിടെ പോലും നമ്മൾ ആ അനിഷ്ടങ്ങൾ, ആ ഇംപെർഫെക്ഷൻസ് നമ്മുടെ ഇഷ്ടങ്ങളെ ബാധിക്കാൻ തയ്യാറാക്കുകയില്ല. ഇത് സവിശേഷമായൊരു കഴിവാണ് മനുഷ്യൻ്റെ. സ്വന്തം ഇഷ്ടങ്ങളെ പരമാവധി പരിലാളിച്ച് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഇംപെർഫെക്ഷൻസിനെ അല്ലെങ്കിൽ അനിഷ്ടകാരണമായേക്കാവുന്ന എല്ലാ ഫാക്ടേഴ്സിനും തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങളെ പ്രമുഖമായി നിർത്തിക്കൊണ്ടുപോകാനായിട്ടുള്ള അപാരമായൊരു കഴിവുണ്ട് മനുഷ്യന്. ഈ കഴിവ് തത്തുല്യമായ ഒരു മേഖലയിലേക്ക് കൂടെ പകർത്തി കഴിഞ്ഞാൽ മനുഷ്യൻ വലിയ അളവിലുള്ള ക്വാളിഫൈഡ് ഹ്യൂമൻ ബീങ് ആയിട്ട് മാറും. അതായത് സ്വന്തം വ്യക്തിബന്ധങ്ങളിൽ, നമ്മളുടെ സ്വകാര്യ ബന്ധങ്ങൾ, രക്തബന്ധങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിലൊക്കെ ഈ ഇഷ്ടങ്ങളായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ടുപോകാനായിട്ടുള്ള കഴിവ് നമ്മൾ ആർജിച്ചെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ കഴിവുകൾ ഇവിടെയും ഉപയോഗിക്കുകയാണെങ്കിൽ വലിയൊരു അളവിൽ പെർഫെക്ഷൻസ് ലൈഫിൽ വരാനായിട്ട് നമ്മൾ സഹായിക്കും. ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്വകാര്യ ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സഹോദരന് ഇഷ്ടമാണ്, പക്ഷെ സഹോദരൻ്റെ ഭാര്യ ഇഷ്ടമല്ല, അല്ലെങ്കിൽ സഹോദരി ഇഷ്ടമാണ്, സഹോദരിയുടെ ഭർത്താവിന് ഇഷ്ടമല്ല. ആലോചിക്കേണ്ട വിഷയം, നിങ്ങളുടെ സഹോദരന് അയാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പരിലാളിച്ച് പോരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു ആളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്താ തടസ്സമുള്ളത്? നേരെ മറിച്ചും അങ്ങനെ തന്നെ. ഇപ്പോൾ പല കാര്യങ്ങളിലും അങ്ങനെയാണ്. നമുക്ക് ഇഷ്ടമുള്ളത്, ഭാര്യയുടെ മുടിയെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ഞാൻ. സ്വന്തം ഭാര്യയുടെ കറക്കൂന്തലിനെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന ആളുകൾ, നല്ല മുടി, ഭംഗിയുള്ള മുടി എന്നൊക്കെ രീതിയിൽ. പക്ഷേ ഈ മുടി ഒരെണ്ണം ഭക്ഷണത്തിൽ വീണ് കഴിഞ്ഞാൽ മുടിയുടെ പേര് മാറും, കലഹമാവും, ബഹളമാവും. അപ്പോൾ നിങ്ങളുടെ ഒരു ആരാധനയ്ക്ക് പാത്രമാവുന്ന തലമുടി ഒരു കഷ്ണം ഭക്ഷണത്തിൽ വീണാൽ പോലും അതിന് അതേ സ്ഥാനത്തിന് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് വലിയൊരു അളവിൽ നിങ്ങളെ സഹായിക്കുന്ന കാര്യമല്ലേ, നല്ല രീതിയിലുള്ള ബന്ധം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. ഇപ്പോൾ നമുക്ക് കുട്ടികൾ, ചെറിയ കുട്ടികൾ, അത് നമ്മളുടെ കുട്ടികളായാലും മറ്റു കുട്ടികളായാലും, ഈ കുട്ടിയുടെ ഒന്നും നമ്മളെ വെറുപ്പിക്കുന്നില്ല. കുട്ടിയുടെ മൂത്രം, കുട്ടിയുടെ വിസർജ്യങ്ങളൊന്നും തന്നെ നമ്മൾ വെറുപ്പിക്കുന്നില്ല. കാരണം നമ്മുടെ മേത്തായാലും പോലും നമ്മളത് പരിഭവമായിട്ട് കണക്കാക്കല്ല. കുട്ടികളുടെ അത് അത്രയും വിശുദ്ധമാണെന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം. ആ രീതി തന്നെ എല്ലാ കാര്യങ്ങളും അവലംബിക്കാൻ സാധ്യമാകേണ്ടതല്ലേ നമുക്ക്. ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളുടെ എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്നൊരവസ്ഥ. നമുക്കൊരാൾ ഇഷ്ടമാണ്, പക്ഷേ അയാളുടെ ചിലത് ഇഷ്ടമല്ല, ചിലത് ഇഷ്ടമാണ്. അതിന് പകരമായിട്ട് നമ്മളുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളിൽ കാണിക്കുന്ന അതേ നിഷ്ഠകൾ, ആ ഇഷ്ടത്തെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നമ്മൾ കാണിക്കുന്ന അതേ നിഷ്ഠകൾ
നമ്മുടെ ബന്ധങ്ങളിലും കൂടെ പകർത്തി കഴിഞ്ഞാൽ എത്ര സുന്ദരമാവും ബന്ധം, എത്ര പെർഫെക്റ്റ് ആവും ബന്ധങ്ങൾ. ഈ എല്ലാ മേഖലയിലും നമ്മൾ അനിഷ്ടങ്ങൾക്ക് കാരണമാകാവുന്ന എല്ലാ ഫാക്ടേഴ്സിനും മാറ്റി നിർത്തി ഇഷ്ടങ്ങളെ പ്രമുഖമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ നിന്നുള്ള മെലറ്റോണിൻ പ്രൊഡക്ഷൻ വല്ലാതെ കൂടുകയും സ്വസ്ഥമായി ഉറങ്ങാൻ സഹായിക്കുകയും കഴിയും. സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ടാർഗറ്റാണ് ഈ കാലത്ത്. അപ്പോൾ ഇഷ്ടങ്ങളെ പരമാവധി ജീവിതത്തിൽ പരത്തി നിർത്തിയെടുക്കുക എന്നുള്ളത് ഒരു പ്രമുഖ ലക്ഷ്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ സ്വസ്ഥമായി ജീവിക്കാനും നല്ല രീതിയിൽ ഉറങ്ങാനും പൊതുവെ സന്തോഷകരമായിട്ട് എല്ലാ മേഖലയിലും ജീവിക്കാനും കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നമുക്കതുള്ള കഴിവാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട എന്തിനേയും അതിൻ്റെ എല്ലാ മറുവശങ്ങളെയും നെഗറ്റീവ് വശങ്ങളെയും പെർഫെക്ഷനും മാറ്റി നിർത്തിക്കൊണ്ട് ഇഷ്ടമായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ളൊരു കഴിവ് എല്ലാ മേഖലയിലേക്കും പകർത്തുക എന്നുള്ളത് മാത്രമേ ആവശ്യമുള്ളൂ. അത് ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ളത് വലിയൊരു കഴിവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടങ്ങളുടെ ഒരു എംബോഡിമെൻ്റായിട്ട് മാറുകയും നമ്മുടെ വ്യക്തിത്വം മൊത്തത്തിൽ മാറുകയും ക്യാരക്ടർ പൂർണ്ണമായിട്ട് വളരെ ശക്തമാവുകയും സമാധാനപരമായിട്ട് ജീവിതത്തിന് വേറെ എങ്ങും അന്വേഷിക്കേണ്ടാത്തൊരവസ്ഥ വരികയും ചെയ്യും. സന്തോഷകരമായ ജീവിതം.